വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്മർ ഡ്രിങ്ക് റെസിപ്പിയാണ്. ഞാൻ 500 ml പാലിലാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഞാനൊരു 4 ഈത്തപ്പഴം തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കുറച്ച് കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. രണ്ടും തലേ ദിവസം തന്നെ ചെയ്തെടുത്താണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ 1 ടേബിൾ സ്പൂൺ കസ്കസ് ഞാനിതാ ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ അത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഈ ഡേറ്റ്സ് കുരു കളഞ്ഞ് ഞാൻ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ കാഷ്യൂനട്ട് തലേ ദിവസം ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ വനില കസ്റ്റർഡ് പൗഡറാണ്. ഞാൻ 1/2 ലിറ്റർ പാലിലാണ് ഇത് തയ്യാറാക്കുന്നുള്ളത്. 4 പേർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് നമുക്കിവിടെ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് ഈ പാലിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് അരക്കരുത് കേട്ടോ. ഇതിന് കുറച്ച് പാൽ ചേർത്ത് അരച്ചെടുക്കാം. അധികം ചേർക്കരുത്, നന്നായി അരിഞ്ഞ് കിട്ടില്ല. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഈ പാൽ ചേർത്ത് കൊടുക്കാം. 500 ml പാൽ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാൽ ഒരുവിധം തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അരച്ച മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്ത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇതിന് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഇതേപോലെ ഇളക്കി വേണം തിളപ്പിച്ച് കൊടുക്കാൻ. തിളച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് സമയം ഇതേപോലെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വീണ്ടും ഇതേപോലെ തിളവന്ന് 2-3 പ്രാവശ്യം ഇതുപോലെ തിളവ് വരണം. ആ സമയത്താണ് കേട്ടോ നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത്. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഈ ചൂടുകാലത്ത് കഴിക്കാൻ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. അധികം കട്ടിയാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫ്ലവർ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂട്ടി കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ ഞാൻ വെച്ച് തണുപ്പിച്ചെടുത്താണ്. അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിത് കറക്റ്റാണ് ഈ പഞ്ചസാരയൊക്കെ ചേർത്തത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഡേറ്റ്സ് ഇതിൽ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ 1/2 ലിറ്റർ പാലിന് കറക്റ്റ് മധുരമാണ്. ഇപ്പോൾ 4 പേർക്കുള്ള ഡ്രിങ്കാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.